വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങളിന്ന് ട്രിവാൻഡ്രം ജില്ലയിലുള്ള കാഞ്ഞിരംകുളം ഭാഗവുമായി ബന്ധപ്പെട്ട് അടിമലത്തുറ എന്നറിയപ്പെടുന്ന ഒരു കടലിനോടനുബന്ധിച്ചുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു ഗ്രൗണ്ടും ഒരു പാർക്ക് ഏരിയയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. എന്നോടൊപ്പം ആയിരിക്കുന്നത് കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുന്ന ദൈവവചന പഠന കർത്താവും വളരെ ദൈവിക കാര്യങ്ങളിൽ വളരെ അനുഗ്രഹമേറിയ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റായിരിക്കുന്ന ജോൺ റോസ് അവർകളാണ് നമുക്കിന്ന് ഇവിടെ ലഭ്യമായത്. പ്രത്യേകിച്ച് സാറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനൊക്കെ വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങളിപ്പോൾ കടലിൻ്റെ കാര്യമൊക്കെ നല്ല കാറ്റുണ്ട്, അതേപോലെ തിരമാലകളുണ്ട്, മണൽത്തരികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ബൈബിളുമായി ബന്ധപ്പെട്ട് സാറിന് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. കാറ്റുണ്ട്, തിരമാലയുണ്ട്, മണൽത്തരികളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബൈബിൾ പരമായിട്ട് എന്തെങ്കിലും സാറിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യാദൃച്ഛികമായിട്ട് ഞങ്ങൾ ഇവിടെ അടിമലത്തുറ ബീച്ചിൽ വരുവാനും അല്പസമയം ഇവിടെ സമയം ചെലവഴിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങളിന്ന് ഇവിടെ അടുത്തുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വിശ്രമത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും 2-3 കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകൃതി മനോഹരതയെക്കുറിച്ചും പ്രകൃതിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് എൻ്റെ മനസ്സിനകത്ത് വന്നത്. ആകാശവും ഭൂമിയും കടലും അവയിലുള്ളതൊക്കെയും ദൈവം സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ചൊക്കെയും വളരെ വിശദമായിട്ട് വിവരിക്കുന്നു. സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, നിത്യനായ ദൈവം എന്നൊക്കെ ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ദൈവത്തെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് വിലയിരുത്തുവാനോ നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയം അത്ര എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ ഈ സൃഷ്ടിയെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കടലിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി, അതുപോലെ ഈ ഭൂമിയും ആകാശത്തിലെ സകല സൗരയൂഥങ്ങളെയും ആകാശത്തെ നിയന്ത്രിക്കുന്ന സകലത്തെയും ദൈവത്തിൻ്റെ വൈഭവമാണ്, ദൈവത്തിൻ്റെ സർവജ്ഞാനമാണ്. സർവജ്ഞാനിയായ ദൈവമാണ് മനുഷ്യനുൾപ്പെടെ സകലത്തെയും സൃഷ്ടിച്ചത്. ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വളരെ നന്ദിയുണ്ട് സാറേ. എന്തായാലും നമുക്ക് ചെറിയൊരു പഠനമൊക്കെയും ചെയ്യുവാൻ ഇത് സഹായകരമായല്ലോ. പ്രത്യേകിച്ച് എനിക്ക് 2 കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, ഞാൻ ഈ തിരമാലകളെ കാണുമ്പോൾ, കാറ്റും തിരമാലകളും ഒക്കെ വരുമ്പോൾ യേശു ശിഷ്യന്മാർ സഞ്ചരിച്ചതായ ആ ഗലീല കടൽക്കരയും അതേപോലെ യേശു സഞ്ചരിച്ചതായ ദിശകളിൽ കാറും തിരമാലകളൊക്കെ വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയെന്നും ഒരു പേടിച്ച് നിലവിളിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത് അല്പവിശ്വാസികൾ എന്തിനു ഭയപ്പെടുന്നു? കാരണം യേശു ആ പടകിലുണ്ട്, അമരത്ത് തലവച്ച് കിടന്നുറങ്ങി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അമരം തകർന്നാലേ പടക് തകരത്തു. അപ്പോൾ യേശു അതിലുള്ളത് കൊണ്ട് പടക് തകരത്തില്ല. മറ്റൊന്ന്, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയൊക്കെയും ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്നാണ്. ദൈവത്തിന് എത്ര ആ വാക്കുകളുടെ മനോഹരത അബ്രഹാമിന് തലമുറകൾ നൽകി ദൈവം മാനിച്ചു. ഇന്ന് ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ജോൺ റോസ് സാറും ഞാനും ഈ പ്രോഗ്രാം വീഡിയോ എടുക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ പട്ടണത്തെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അടിമലത്തുറ എന്ന് പറഞ്ഞ പട്ടണത്തെ, ഈ സ്ഥലത്തെ, ഈ കടൽക്കരയെയും ദൈവം മാനിക്കണം. ഈ ദേശത്തുള്ള ജനങ്ങളെ മാനിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന നന്ദി പിതാവേ. ആമേൻ. താങ്ക് യു.